ട്യൂറിംഗ് എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ട്യൂറിംഗ് എഫക്റ്റും കരിയറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന അലൻ ട്യൂറിംഗിന്റെ പേരിൽ നിന്നാണ് ഈ ട്യൂറിംഗ് എഫക്റ്റ് എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളത്. ട്യൂറിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെഷീൻസിന്റെ ഒരു കാപ്പബിലിറ്റി, ഹ്യൂമൻസ് ചെയ്യുന്നത് പോലെ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാലത്ത് ട്യൂറിംഗ് ചോദിച്ചിട്ടിരുന്നത് എന്ന് വെച്ചാൽ ക്യാൻ മെഷീൻസ് തിങ്ക് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അലൻ ട്യൂറിംഗ് ചോദിച്ചിരുന്നത്. മെഷീൻസിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. ഇന്ന് ആ ചോദ്യം തികച്ചും അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം എന്താ പറയുക, ക്യാൻ ഹ്യൂമൻ സ്റ്റിൽ സ്റ്റേ എഹെഡ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ സ്റ്റിൽ റെലവെന്റ് ആണോ ഇല്ലേ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. കരിയറിൽ ഈ ഒരു ട്യൂറിംഗ് എഫക്റ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസക്തി ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്തരത്തിലുള്ള കുറെ മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. റൈറ്റ് നൗ ദേ ആർ പെർഫോമിംഗ് ബെറ്റർ ദാൻ ഹ്യൂമൻസ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ AI അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിനോട് കോമ്പീറ്റ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് കരിയറിൽ. അതേസമയത്ത് അതിനെ വെച്ചിട്ട് കോംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മൾ കരിയറിനെ ശ്രദ്ധിക്കേണ്ടത്. വർക്കിംഗ് വിത്ത് AI അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിനെയും കൂടി ബ്ലെൻഡ് ചെയ്യുക, ഡാറ്റ കരിയറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ ചെയ്യേണ്ടത്. ട്യൂറിംഗ് എഫക്റ്റ് റിയൽ ആണ്. മെഷീൻസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിക്ക് ബെറ്റർ ദാൻ ഹ്യൂമൻ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവിടെ ഒരൊറ്റ ചോദ്യം ഇനി ബാക്കിയുള്ളൂ. ട്യൂറിംഗ് എഫക്റ്റ് എന്തായാലും സത്യമാണ്, അത് മെഷീൻസ് എന്തായാലും പാസ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഹ്യൂമാനിറ്റി ടെസ്റ്റ് പാസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം.